രാമൻ അവതരിക്കുന്നു. സൂര്യവംശ രാജാവായിരുന്നു ദശരഥൻ. അദ്ദേഹം കോസല രാജ്യത്തെ രാജാവായിരുന്നു. അയോധ്യയായിരുന്നു ആ രാജ്യത്തിന്റെ തലസ്ഥാനം. അദ്ദേഹത്തിന് 3 ഭാര്യമാർ ഉണ്ടായിരുന്നു. കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരായിരുന്നു അവർ. കൗസല്യയിൽ അദ്ദേഹത്തിന് ശാന്ത എന്നൊരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അംഗരാജ്യത്തിൽ മഴ പെയ്ച്ച ഋഷ്യശൃംഗിന് അദ്ദേഹം ശാന്തയെ വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ തന്റെ പിൻഗാമിയായി രാജ്യം ഭരിക്കാൻ ഒരു പുത്രനുണ്ടാകാത്തതിൽ അദ്ദേഹം വളരെയധികം ദുഃഖിച്ചു. ഇതറിഞ്ഞ രാജഗുരുവായ വസിഷ്ഠൻ ദശരഥനോട് പറഞ്ഞു, മഹാരാജൻ പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ അങ്ങയ്ക്ക് സത്പുത്രന്മാരുണ്ടാകും. എങ്കിൽ ഉടനെ അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ. ദശരഥൻ കൽപ്പിച്ചു. താമസിക്കാതെ പുത്രകാമേഷ്ടി യാഗം നടന്നു. യാഗാഗ്നിയിൽ നിന്ന് ഒരു ദേവരൂപം ഉയർന്നു വന്ന് ദശരഥന് ദിവ്യമായ ഒരു പായസം നൽകി. ഇത് അങ്ങയുടെ ഭാര്യമാർക്ക് നൽകിയാലും അങ്ങയ്ക്ക് ആൺമക്കളുണ്ടാകും. ദശരഥൻ അപ്രകാരം ചെയ്തു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ രാജ്ഞിമാരായ കൗസല്യയും കൈകേയിയും സുമിത്രയും ഗർഭിണികളായി. കൗസല്യ ശ്രീരാമനെയും, കൈകേയി ഭരതനെയും, സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നെയും പ്രസവിച്ചു. ദശരഥ മഹാരാജാവിന് സന്തോഷമായി. രാജകുമാരന്മാർക്ക് 5 വയസ്സായപ്പോൾ അവരെ പഠിപ്പിക്കാൻ വസിഷ്ഠ മഹർഷിയെ ഏൽപ്പിച്ചു. അദ്ദേഹം അവരെ വേദശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിച്ചു. 12ാമത്തെ വയസ്സിൽ രാജകുമാരന്മാർ ആയുധവിദ്യകൾ അഭ്യസിക്കാൻ തുടങ്ങി. താമസിക്കാതെ അവർ എല്ലാ കലകളിലും വിദഗ്ധരായി. കുമാരന്മാർ ദശരഥന്റെ മാത്രമല്ല, കോസല രാജ്യത്തിന്റെ മുഴുവനും കണ്ണിലുണ്ണികളായി വളർന്നു.